നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻകാല സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നതെന്ന് വി.ടി. ബൽറാം എം.എൽ.എ. ഡീസൽ വില വർധനയുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് എസ്.എഫ്.ഐ. സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ. വിദ്യാർത്ഥികളെ ചില ബസ് ഉടമകൾ മൂന്നാംകിട പൌരന്മാരായാണ് കാണുന്നതെന്നും ഷിജു ഖാൻ. ഒറ്റപ്പാലം നഗരസഭയിൽ എല്ലാറ്റിനും തടസ്സം. ബസ് സ്റ്റാൻഡിന് സമീപത്തെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നു. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കൌൺസിൽ തീരുമാനം. പ്രഖ്യാപിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ല ആരംഭിക്കാനായില്ല. സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് KSTU. പ്രതിസന്ധി തീരാതെ കർഷകർ. അടയ്ക്ക വിലയും താഴോട്ട്. പച്ച അടയ്ക്കയ്ക്ക് വൻ വിലക്കുറവ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞകാല സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവിക്കുന്നതെന്ന് വി.ടി. ബൽറാം എം.എൽ.എ. പറഞ്ഞു. KPSTUവിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം DU ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തുക, ഏകീകൃത പാഠ്യപദ്ധതി നടപ്പിലാക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ഇന്നത്തെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നും വി.ടി. ബൽറാം പറഞ്ഞു. CBSE സ്കൂളുകൾ വലിയ ഉന്നത നിലവാരത്തിലുള്ള സിലബസാണ് അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് എന്ന ഒരു പൊതുധാരണ, ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. CBSE സ്കൂളുകളിലാണ് നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസം നടക്കുന്നത് എന്ന ഒരു തോന്നൽ നമ്മുടെ രക്ഷിതാക്കളുടെ ഇടയിലുണ്ട്, സമൂഹത്തിന്റെ ഇടയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തഴച്ചു വളരുന്ന CBSE സ്കൂളുകളിലേക്ക് നൂറുകണക്കിന് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് ഇടയാക്കുന്ന തരത്തിൽ സിലബസിൽ രാഷ്ട്രീയം കുത്തിത്തിരിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കുന്നത് കൊണ്ട് ഒരു ഉപകാരവും കിട്ടില്ലാത്ത വെറും കക്ഷി രാഷ്ട്രീയം മാത്രം കുത്തിനിറച്ച നിലവാരമില്ലാത്ത ടെക്സ്റ്റ് ബുക്കുകളിലൂടെ സ്വന്തം രാഷ്ട്രീയ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയതിന്റെ ദുരന്തമാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തകർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. KPSTU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. ഗിരീഷ് കുമാർ, KR മോഹൻദാസ്, ഹരിനാരായണൻ, A. പ്രഭിൻ എന്നിവർ സംസാരിച്ചു. ഡീസൽ വില വർധനവിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ്.എഫ്.ഐ. സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് നിലവിൽ കിട്ടുന്ന യാത്രാ സൗജന്യം ആരുടെയും ഔദാര്യമല്ല. വിദ്യാർത്ഥികളെ മൂന്നാംകിട പൌരന്മാരായാണ് ചില ബസ് ഉടമകൾ കാണുന്നത്. ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഷിജു ഖാൻ പട്ടാമ്പിയിൽ പറഞ്ഞു. സത്യത്തിൽ ഈ ബസ് ഓണേഴ്സിന്റെ സംഘടനയൊക്കെ ജീവിക്കുന്നത് ഏത് കാലത്താണെന്നാണ് സംശയം. വളരെ അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ്. നിങ്ങൾ ഈ പറഞ്ഞ നിലയിൽ ബസ് ജീവനക്കാരും ബസ് അധികൃതരും വിദ്യാർത്ഥികളോട് സ്വീകരിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ടതാണ് കൺസെഷൻ ആനുകൂല്യത്തെ ഒരു ഔദാര്യമായി ആരും കാണേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് ആയിരുന്നാലും ബസ് അധികൃതരായിരുന്നാലും ബസ്സിലെ ജീവനക്കാരായിരുന്നാലും ഇത് ആരുടെ ഔദാര്യമല്ല, വിദ്യാർത്ഥികൾ നേടിയെടുത്ത വലിയ അവകാശമാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഈ അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് ചില ബസ് ഓണേഴ്സെങ്കിലും ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ നിലയിൽ ഇനിയും വിദ്യാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കാതെയും അവർക്കെതിരായി ക്രൂരമായിട്ടുള്ള മാനസിക പീഡനങ്ങൾ, ഇതിനെ മാനസിക പീഡനം എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരും. നിയമപരമായി കൂടി ഇതിനെ നേരിടേണ്ടി വരും. കാരണം ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കൌൺസിലിൽ ബഹളം. കെട്ടിടത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെ കൌൺസിൽ അംഗീകാരം നൽകി. ഒറ്റപ്പാലത്തെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 25 മീറ്റർ സ്ഥലത്ത് 11 കടമുറികൾ നിർമ്മിക്കുകയും 5 ബസ്സുകൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കാനുമാണ് നഗരസഭ പദ്ധതിയിടുന്നത്. എഞ്ചിനീയറുടെ റിപ്പോർട്ട് അംഗീകരിച്ച് പ്രവൃത്തി നടത്തുന്നതിനായുള്ള അനുമതി ലഭിക്കുന്നതിനായി വന്ന അജണ്ടയാണ് പ്രശ്നത്തിന് കാരണമായത്. പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തടസ്സപ്പെടുമെന്നാണ് പ്രതിപക്ഷം വാദിച്ചത്. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് ചെയർമാൻ S. ശെൽവൻ പറഞ്ഞു. അതേസമയം ബസ് സ്റ്റാൻഡിന് സർക്കാർ നൽകിയ അനുമതിക്ക് ഇത് വിരുദ്ധമാകുമെന്നും പ്രതിപക്ഷം വാദിച്ചു. ഇത് കൌൺസിൽ വാദപ്രതിവാദത്തിനും ബഹളത്തിനും ഇടയാക്കി. ഒടുവിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ഒടുവിൽ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ എഞ്ചിനീയറെ കൌൺസിൽ ചുമതലപ്പെടുത്തി. പ്രതിപക്ഷത്തെ PMA ജലീൽ, ജോസ് തോമസ് ഉൾപ്പെടെയുള്ള UDF അംഗങ്ങൾ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. കർഷകരെ പ്രതിസന്ധിയിലാക്കി അടയ്ക്ക വില കുത്തനെ ഇടിഞ്ഞു. പച്ച അടയ്ക്കയുടെ വിലയിലാണ് ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. വിപണിയിൽ ആവശ്യകത കുറഞ്ഞതാണ് അടയ്ക്ക വില കുത്തനെ ഇടിയാൻ ഇടയാക്കിയത്.
പച്ച അടയ്ക്കയ്ക്ക് കിലോവിന് കഴിഞ്ഞ വർഷം ഈ സമയത്ത് 18 രൂപ വിലയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ 10 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതാണ് വിപണിയിൽ അടയ്ക്കാമാന്ദ്യത്തിന് കാരണം. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നുമുള്ള കയറ്റുമതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത്. തോട്ടങ്ങൾ വൻ വില കൊടുത്ത് വാങ്ങിയ വ്യാപാരികൾക്കാണ് വില തകർച്ച സാരമായി ബാധിച്ചിരിക്കുന്നത്. തോട്ടം കരാറെടുത്ത പലരും അടയ്ക്ക പറിക്കാൻ തന്നെ ശ്രമിക്കുന്നില്ല. തോട്ടം ഉടമകൾക്ക് ഗഡുക്കളായി നൽകേണ്ട പണം നൽകാൻ കഴിയാതെയും വരുന്നു. എങ്കിൽ കൂടി പഴുത്ത അടയ്ക്കയ്ക്ക് വരും നാളുകളിൽ വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. വിലക്കുറവും വിപണിയിലെ മാന്ദ്യവും കാരണം ലോഡ് കണക്കിന് പച്ച അടയ്ക്കയാണ് പലയിടത്തും കെട്ടിക്കിടക്കുന്നത്. നാളികേരത്തിന്റെ വിലയിടിവ് പോലെ തന്നെ അടയ്ക്ക വിപണിയിലുമുണ്ടായ ഈ വില തകർച്ച കർഷകരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനമായ 1 കോടി രൂപ ഒറ്റപ്പാലത്തെ ഓട്ടോ ഡ്രൈവർക്ക് ലഭിച്ചു. മുരിക്കമ്പറ്റ കീഴ്പ്പടപ്പള്ളിയിൽ മുഹമ്മദ് റഫീഖിനാണ് 1 കോടി രൂപ സമ്മാനമായി ലഭിച്ചത്. പാലപ്പുറത്ത് ഒരു ഏജൻസിയിൽ നിന്നാണ് റഫീഖ് ടിക്കറ്റ് വാങ്ങിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രഖ്യാപനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും മണ്ണാർക്കാട് കേന്ദ്രമായി പുതിയ വിദ്യാഭ്യാസ ജില്ല പ്രാവർത്തികമായില്ല. സാമ്പത്തിക ബാധ്യത കൂടുതൽ വരാത്ത പദ്ധതിയാണെങ്കിലും ധനകാര്യ വകുപ്പിന്റെ മെല്ലെപ്പോക്ക് നയമാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ പുരോഗതിയിൽ പിന്നോക്കം നിൽക്കുന്ന പാലക്കാട് ജില്ലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് മണ്ണാർക്കാട് കേന്ദ്രമായി പുതിയ വിദ്യാഭ്യാസ ജില്ല വേണമെന്ന ആവശ്യമുയർന്നത്. തുടർന്ന് കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന ബജറ്റിൽ ഇക്കാര്യം എൻ ശംസുദ്ദീൻ MLA ശ്രമഫലമായി ഉൾപ്പെടുത്തിയിരുന്നു. വളരെ പെട്ടെന്ന് പദ്ധതി ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബെ MLA മറുപടിയും പറഞ്ഞിരുന്നു. എന്നാൽ വാഗ്ദാനമല്ലാതെ പദ്ധതി നടപ്പിലായിട്ടില്ല. KSTU പോലുള്ള അധ്യാപക സംഘടനകൾ പുതിയ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് വേണ്ടി നിരന്തര സമരപരിപാടികൾ നടത്തിയിരുന്നു. പദ്ധതി വൈകുന്നതിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് KSTU. എന്നാൽ അടുത്ത മാസം പദ്ധതി ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതായി KSTU ഭാരവാഹികൾ പറഞ്ഞു. ധനകാര്യ വകുപ്പിന്റെ അനുമതി വൈകുന്നതാണ് പദ്ധതിക്ക് തടസ്സമാകുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണമെന്നും KSTU ഭാരവാഹികൾ പറഞ്ഞു. സ്കൂളുകളുടെ എണ്ണത്തിലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജില്ലയാണ് പാലക്കാട്. ആ വിദ്യാഭ്യാസത്തെ വിഭജിച്ച് വിനോദ പ്രദേശമായ മണ്ണാർക്കാട് കേന്ദ്രമാക്കി ഒരു DOB അനുവദിക്കുമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സിനെ നിരന്തരമായി ഉന്നയിച്ചു വരികയാണ്. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനായ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ അവർ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയും ആ സബ്മിഷന് മറുപടിയായി ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബെ അവർ മണ്ണാർക്കാടിന്റെ ആവശ്യം പരിഗണിച്ച് മണ്ണാർക്കാട് കേന്ദ്രമാക്കി പുതിയ വിദ്യാഭ്യാസ ജില്ല അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി ഇത് സംബന്ധമായ വിദ്യാഭ്യാസ വകുപ്പ് ഏറെ മുന്നോട്ട് പോയെങ്കിലും മറ്റിതര വകുപ്പുകളിൽ നിന്നുള്ള നിസ്സഹകരണം മൂലമാണിത് നീണ്ടുപോയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുമായി സംഘടനാ നേതാക്കൾ ബന്ധപ്പെട്ടപ്പോൾ ഒക്ടോബർ ആദ്യവാരത്തിൽ തന്നെ മണ്ണാർക്കാട് DOB സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതകൾ കാര്യമായി വരാതെ സുഗമമായി ആരംഭിക്കാനാവുന്ന പദ്ധതി ഇനിയും വൈകുകയാണെങ്കിൽ സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ അധ്യാപക സംഘടനകൾ. മിഴി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി 2 ദിവസങ്ങളിലാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ഫിലിം ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മിഴി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ ജോസ് ചാലിശ്ശേരി, അനീഷ് G മേനോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മക്കുട്ടി എടത്തോൾ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ധന്യ, സ്കൂൾ പ്രിൻസിപ്പൽ വിലാസിനി എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി വിദേശ ഭാഷാ ചിത്രങ്ങളടക്കം 14 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ശനിയാഴ്ച ചിൽഡ്രൻ ഓഫ് ഹെവൻ, സ്നേഹ സമ്മാനം, മീൽസ് റെഡി, ന്യൂ ബോയ് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പ്രത്യേക ഓപ്പൺ ഫോറങ്ങളും ക്ലാസുകളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. നെല്ലായ പൊട്ടച്ചെറിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ കാട്ടുപന്നികൾ വീണു. ഷൊർണൂരിൽ നിന്നും വനംവകുപ്പും ഫയർഫോഴ്സും എത്തിയാണ് ഇവയെ രക്ഷപ്പെടുത്തിയത്.
ശനിയാഴ്ച രാവിലെയാണ് നെല്ലായ പൊട്ടച്ചിറ വാഴയ്ക്കപ്പറമ്പിൽ ഉമ്മറിന്റെ കിണറ്റിൽ 5 കാട്ടുപന്നികളെ കാണപ്പെട്ടത്. കിണർ കലങ്ങിമറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട് നോക്കിയപ്പോഴാണ് കാട്ടുപന്നികളെ കണ്ടത്. തുടർന്ന് ഷൊർണൂരിലെ ഫയർഫോഴ്സിനെയും വനം വകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചു. അവർ സ്ഥലത്തെത്തിയാണ് ഇവയെ രക്ഷപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ഇവിടെ പതിവാണ്. കാട്ടുപന്നികളുടെ ശല്യത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ വെളിനേഴി യൂണിറ്റിന്റെ കുടുംബമേള നടന്നു. കുടുംബമേള യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവാഴൂടുള്ള ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കുടുംബമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പി അച്യുത് മേനൻ അധ്യക്ഷത വഹിച്ചു. എം ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ വാസുദേവൻ, സി എ ശങ്കരനാരായണൻ, എം കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബമേളയിൽ മുതിർന്ന പെൻഷൻ അംഗമായ രാമൻകുട്ടി മേനോനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂടാതെ ഒപ്പത്ത് ശിവരാമൻ, മുന്നർക്കോട് പുരുഷോത്തമൻ എന്നിവർ അവതരിപ്പിച്ച കവിതാലാപനവും വാഴയങ്കട വിജയൻ മോഡറേറ്ററായി കലാനിലയം ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥകളി ആസ്വാദന സദസ്സും മാസ്റ്റർ ഭരദ്വാജ് അവതരിപ്പിച്ച ഗാനാലാപന സദസ്സും അരങ്ങേറി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തൃക്കടീരി പി.ടി. ഹയർ സെക്കൻഡറി സ്കൂളിൽ അണ്ടർ 19 വിഭാഗത്തിൽ ഓപ്പൺ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം. കേരളത്തിൽ നിന്നുള്ള വിവിധ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ഉപജില്ലാ പ്രതിനിധി സമ്മേളനവും CH അനുസ്മരണവും ശനിയാഴ്ച നടന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സൈനുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് പാറോകോട്, K അബൂബക്കർ, ഹമീദ് കൊമ്പത്ത് എന്നിവരും സംസാരിച്ചു. CPI സെക്രട്ടറിമാരുടെ മേഖലാ ക്യാമ്പ് മണ്ണാർക്കാട് തുടങ്ങി. 2 ദിവസമായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ നിർവഹിച്ചു. PM വാസുദേവൻ, CN ജയദേവൻ, B ചാമുണ്ണി, വിജയൻ കുനിശ്ശേരി, KP സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻകാല സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നതെന്ന് VT ബൽറാം MLA. ഡീസൽ വില വർധനയുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ. വിദ്യാർത്ഥികളെ ചില ബസ് ഉടമകൾ മൂന്നാംകിട പൗരന്മാരായാണ് കാണുന്നതെന്നും ഷിജു ഖാൻ. ഒറ്റപ്പാലം നഗരസഭയിൽ എല്ലാറ്റിനും തടസ്സം. ബസ് സ്റ്റാൻഡിന് സമീപത്തെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നു. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കൌൺസിൽ തീരുമാനം. പ്രഖ്യാപിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ല ആരംഭിക്കാനായില്ല. സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് KSTU. പ്രതിസന്ധി തീരാതെ കർഷകർ. അടയ്ക്ക വിലയും താഴോട്ട്. പച്ച അടയ്ക്കയ്ക്ക് വൻ വിലക്കുറവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.